ഹായ്, ഇപ്പോൾ എല്ലാവർക്കും പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങൾ നോക്കി പഠിച്ച് പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ ഓവർ വർത്താനങ്ങളോ ഒന്നുമില്ല. മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോവുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അനാവശ്യ വർത്തമാനങ്ങളൊന്നും ഇവിടെ കാണില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച ഫ്രഞ്ച് നിർമ്മിത ഏത് ഹെലികോപ്റ്ററാണ് ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത്? ഏതാണ്? H125 ആണ്. നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ എല്ലാ കറണ്ട് അഫയേഴ്സും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച ഫ്രഞ്ച് നിർമ്മിത ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അത് നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഏതാണ്? H125. അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച ഹെലികോപ്റ്റർ ഏതാണ്? അത് H125. അത് എന്തിൻ്റെ ഭാഗമാകുന്നു? മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മാറുവാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2026 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ഭൂസ്ഥിര വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? നമുക്കറിയാം, GSAT-32 അല്ലെങ്കിൽ GSAT-N3 എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 2026 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ഭൂസ്ഥിര വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? GSAT-32. ഏത് ഉപഗ്രഹമാണ്? GSAT-32. ഓക്കെ, അപ്പോൾ GSAT-32 ഓർത്ത് വച്ചു. അടുത്ത ചോദ്യം. ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങളുടെ തുടർച്ചയായ പരാജയത്തെ തുടർന്ന് 2026 ഫെബ്രുവരിയിൽ ദൗത്യങ്ങളിലെ പരാജയം അന്വേഷിക്കാൻ കേരളത്തിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, നമുക്കറിയാം എന്താണ്, നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ചിപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ന്യൂസൊക്കെ നമ്മൾ കണ്ടാണ്. ഓക്കെ, അപ്പോൾ ആരാണ്? നമ്മുടെ അജിത് ഡോവലാണ്. ഓക്കെ, അപ്പോൾ ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങളുടെ തുടർച്ചയായ പരാജയത്തെ തുടർന്ന് 2026 ഫെബ്രുവരി ദൗത്യങ്ങളിലെ പരാജയം അന്വേഷിക്കാൻ കേരളത്തിലെത്തിയ നമ്മുടെ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് ആരാണ്? അത് അജിത് ഡോവലാണ്. ആരാണ്? അജിത് ഡോവൽ. അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. അടുത്ത്, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേ മാതരം ആലപിക്കാനുള്ള സമയദൈർഘ്യം എത്രയാണ്ടാ? 3 മിനിറ്റ് 10 സെക്കൻഡ്. എത്രയാണ്? 3 മിനിറ്റ് 10 സെക്കൻഡ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേ മാതരം ആലപിക്കാനുള്ള സമയദൈർഘ്യം എത്രയാണ്? 3 മിനിറ്റ് 10 സെക്കൻഡ്. എത്ര? 3 മിനിറ്റ് 10 സെക്കൻഡ്. അടുത്ത്, ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ നടന്നതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്ര രൂപയുടെ കളർ കോയിനാണ് പുറത്തിറക്കിയത്? എത്രയാണ്? 100 രൂപയുടെ കളർ കോയിനാണ് പുറത്തിറക്കിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് എത്ര രൂപ നാണയം ഇറക്കി? 100 രൂപ നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കി. ഓക്കെ, അടുത്ത ചോദ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാണ്? 7% മുതൽ 7.4% വരെ. ഓക്കെ, അപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാണ്ടാ? 7% മുതൽ 7.4% വരെ. ഓക്കെ, ഇപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാണ് മക്കളെ? 7% മുതൽ 7.4% വരെയാണ് എന്ത്? ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് വരുന്നത്. ഓക്കെ, അടുത്ത്, 2025 അഴിമതി ധാരണാ സൂചികയിൽ 182 രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 92ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ വേറൊന്നും വേണ്ട, 2025 അഴിമതി ധാരണാ സൂചിക അല്ലെങ്കിൽ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 91ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ 2025 അഴിമതി ധാരണാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 91ാം സ്ഥാനം. ഓക്കെ, അടുത്ത ചോദ്യം. സൈബർ സുരക്ഷാ സ്ഥാപകനായ
ഡെഡ് സ്ക്ലേവിൻ്റെ ത്രെഡ് ലാബ്സ് 2026 AI സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം ഇത് ഇത്രയും നോക്കണം. ഓക്കെ, AI സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം AI സങ്കേതങ്ങളെ സ്വീകരിക്കുന്നതിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ സൈബർ സുരക്ഷാ സ്ഥാപകൻ ആരാണ്? വല്ലാത്തൊരു വാക്ക്, സെറ്റ് സ്കെയിലർ വല്ലാത്തൊരു വാക്കാണ്. അപ്പോൾ സൈബർ സുരക്ഷാ സ്ഥാപകനാണ് ആര്? സെറ്റ് സ്കെയിലർ. അപ്പോൾ ഈ സെറ്റ് സ്കെയിലറിൻ്റെ ത്രെഡ് ലാബ്സ് 2026 AI സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം AI സങ്കേതങ്ങളെ സ്വീകരിക്കുന്നതിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 2ാം സ്ഥാനമാണ്. 2ാം സ്ഥാനം. അടുത്ത്, ഇന്ത്യയുടെ ആധുനിക തലസ്ഥാനമായി ന്യൂഡൽഹി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ എത്രാമത് വാർഷികം പൂർത്തിയായ ദിവസമാണ് സേവാ തീർത്ത് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു ഓഫീസ് സമുച്ചയത്തെ ഇനി മുതൽ എന്തെന്ന് അറിയപ്പെടുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സേവാ തീർത്ത് എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ആധുനിക തലസ്ഥാനമായി ന്യൂഡൽഹി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ എത്രാമത് വാർഷികം പൂർത്തിയായ ദിവസമാണ് ഈ സേവാ തീർത്ത് വന്നത് എന്നാണ് 95 വർഷം പൂർത്തിയാക്കിയപ്പോൾ എന്ത് വന്നു? നമ്മുടെ സേവാ തീർത്ത് വന്നു. അപ്പോൾ 95 വർഷം പൂർത്തിയാക്കിയപ്പോൾ ആര് കൂടെ വന്നു? സേവാ തീർത്തും കൂടെ വന്നു. ഓക്കെ, അടുത്ത ചോദ്യം, സേവാ തീർത്ത് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതികൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു സേവാ തീർത്ത് ഉദ്ഘാടന സമയത്ത് നമ്മുടെ PM പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? അത് പുതിയ കുറച്ച് പദ്ധതികൾ എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ പ്രഖ്യാപിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, PM രാഹത്ത്. എന്താണ് PM രാഹത്ത്? ജീവൻ രക്ഷാ പദ്ധതിയാണ് PM രാഹത്ത്. ഈ ഒരു പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെടുന്നവർക്ക് 1 ലക്ഷം രൂപ വരെ പണം അടയ്ക്കാതെയുള്ള ചികിത്സ എന്താണ്? ലഭ്യമാകും. ഓക്കെ, അപ്പോൾ എന്താണ് PM രാഹത്ത്? നമ്മുടെ സേവാ തീർത്ത് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഒന്നാണ് PM രാഹത്ത് അല്ലെങ്കിൽ രഹത്ത്. എന്താണ് PM രഹത്ത്? PM രാഹത്ത് എന്ന് പറയുമ്പോൾ ജീവൻ രക്ഷാ പദ്ധതിയാണ് PM രഹത്ത്. ഈ പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെടുന്നവർക്ക് 1 ലക്ഷം രൂപ വരെ പണം അടയ്ക്കാതെയുള്ള ചികിത്സ എന്ത് ചെയ്യുന്നു? ഈ പദ്ധതി വഴി ലഭ്യമാക്കുന്നു. PM രഹത്ത് പഠിച്ചു വെച്ചോ, PM രഹത്ത്. അടുത്ത്, ലാഖ്പതി ദീദിമാർ. എന്താണ് ലാഖ്പതി ദീദിമാർ? ലാഖ്പതി ദീദിമാർ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കുള്ള ശാക്തീകരണ പദ്ധതി. അപ്പോൾ എന്താണ് ലാഖ്പതി ദീദി? സ്ത്രീകൾക്കുള്ള ഒരു ശാക്തീകരണ പദ്ധതിയാണെന്ത്? ലാഖ്പതി ദീദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പദ്ധതികൾ വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെന്ത് ചെയ്യാം? നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മുടെ പദ്ധതികൾ കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കയറി നോക്കി. ഓക്കെ, അപ്പോൾ ലാഖ്പതി ദീദിമാർ എന്താണ്? സ്ത്രീകൾക്കുള്ള ശാക്തീകരണ പദ്ധതിയാണെന്ത്? ലാഖ്പതി ദീദി എന്ന് പറയുന്നത്. അടുത്ത, കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട്. എന്താണ് ഫണ്ട്? കാർഷിക സൗകര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള 1 ലക്ഷം കോടി രൂപയിൽ നിന്ന് അത് 2 ലക്ഷം കോടിയാക്കി ഉയർത്തി. ഇതാണെന്ത്? കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർഷിക സൗകര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള 1 ലക്ഷം കോടി രൂപയിൽ നിന്ന് എന്താക്കി? അത് 2 ലക്ഷം കോടിയാക്കി ഉയർത്തി. അതാണെന്ത്? കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചോദ്യമല്ല, അടുത്ത പദ്ധതി, ഒരു പദ്ധതിയും കൂടെ ഉണ്ട്. സ്മാർട്ട് ഇന്ത്യ. എന്തായിരിക്കും സ്മാർട്ട് ഇന്ത്യ? ഡീപ് ടെക് മേഖല, പ്രൊപ്പലേഴ്സ്, ആശയങ്ങൾ തുടങ്ങിയവയിലെ നവീകരണം മുൻനിർത്തി സ്മാർട്ട് ഇന്ത്യ പദ്ധതിക്ക് 10,000 കോടിയുടെ മൂലധനം ഏർപ്പെടുത്തി. അതാണെന്ത്? സ്മാർട്ട് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്മാർട്ട് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡീപ് ടെക് മേഖല, പിന്നെ പ്രൊപ്പലേഴ്സ് ആശയങ്ങൾ തുടങ്ങിയവയിലെ നവീകരണം മുൻനിർത്തി എന്ത് ചെയ്തു? സ്മാർട്ട് ഇന്ത്യ പദ്ധതിക്ക് 10,000 കോടിയുടെ മൂലധനം എന്ത് ചെയ്തു? ഏർപ്പെടുത്തി. ഓക്കെ, അപ്പോൾ അതാണെന്ത്? നമ്മുടെ സ്മാർട്ട് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. ഇത് എപ്പോഴാണ്
പ്രഖ്യാപിച്ചത്? നമ്മുടെ സേവാതീർത്തിൻ്റെ ഉദ്ഘാടന സമയത്താണ് ഇതെല്ലാം എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. ഓക്കെ, സേവാതീർത്തിൻ്റെ ഉദ്ഘാടന സമയത്ത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഈ സേവാതീർത്ത് സമയത്ത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒന്നാമത്തെ പദ്ധതി ഏത് പദ്ധതി? അത് PM രഹതാണ്. എന്താണ് PM രഹത്? അത് ജീവൻ രക്ഷാ പദ്ധതിയാണ് PM രഹത്. ഈ പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെടുന്നവർക്ക് എന്ത് 1 ലക്ഷം രൂപ വരെ പണം അടയ്ക്കാതെയുള്ള എന്ത് ചെയ്യുന്നു? ചികിത്സ കിട്ടുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ ഏതാണ്? അത് കഴിഞ്ഞ് പറഞ്ഞത് ലാഖ്പതി ദീദിമാർ. എന്താണ് ലാഖ്പതി ദീദിമാർ? അത് സ്ത്രീകൾക്കുള്ള ശാക്തീകരണ പദ്ധതിയാണെന്ത്? ലാഖ്പതി ദീദിമാർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട്. എന്താണ് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട്? അത് കാർഷിക സൗകര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള 1 ലക്ഷം കോടി രൂപയിൽ നിന്ന് അതെന്താക്കി മാറ്റുക? 2 ലക്ഷം കോടി രൂപയാക്കി ഉയർത്തി. അതാണ് എന്ത്? കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെന്താണ്? സ്മാർട്ട് ഇന്ത്യ. എന്താണ് സ്മാർട്ട് ഇന്ത്യ? ഡീപ്പ് ടെക് മേഖല, പ്രൊപ്പലേഴ്സ് ആശയങ്ങൾ തുടങ്ങിയവയിലെ നവീകരണം മുൻനിർത്തി സ്മാർട്ട് ഇന്ത്യ പദ്ധതിക്ക് 10,000 കോടിയുടെ മൂലധനം ഏർപ്പെടുത്തി. അതാണ് സ്മാർട്ട് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പദ്ധതികൾ എന്ന് നമ്മുടെ സേവാതീർത്ത് ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്? പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ UAE സൗഹൃദത്തിൻ്റെ ശാശ്വത പ്രതീകമായി അബുദാബിയിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന സാംസ്കാരിക കേന്ദ്രം ഏതാണ്? അത് ഹൗസ് ഓഫ് ഇന്ത്യ ആണ്. നല്ല ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യ UAE സൗഹൃദത്തിൻ്റെ ശാശ്വത പ്രതീകമായിട്ട് അബുദാബിയിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന സാംസ്കാരിക കേന്ദ്രം, അതിൻ്റെ പേരാണ് ഹൗസ് ഓഫ് ഇന്ത്യ. എന്നാണ് ഹൗസ് ഓഫ് ഇന്ത്യ. ചോദ്യം ഇങ്ങനെ വരാം, ഹൗസ് ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ UAE സൗഹൃദത്തിൻ്റെ ശാശ്വത പ്രതീകമായിട്ട് എവിടെ വരുന്നതാണ്? അബുദാബിയിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന സാംസ്കാരിക കേന്ദ്രമാണെന്ത്? ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഒമാനിൽ വെച്ച് നടന്ന ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 13ാം പതിപ്പ് അറിയപ്പെടുന്ന പേര്, അതിൻ്റെ പേരെന്താണ്? ഖജ്ജർ. എന്താണ്? ഖജ്ജർ അല്ലെങ്കിൽ ഖജ്ജർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒമാനിൽ വെച്ച് നടന്ന ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 13ാം പതിപ്പിൻ്റെ പേരെന്താണ്ടാ? അത് ഖജ്ജർ. എന്താണ്? ഖജ്ജറാണ്. ഖജ്ജർ. ഓക്കെ, ഇന്ത്യ കിർഗിസ്ഥാൻ എവിടെ വെച്ച് നടന്നു? ഒമാനിൽ വെച്ച് നടന്നു. ഖജ്ജർ. അടുത്ത ചോദ്യം. ഇന്ത്യയിലുടനീളമുള്ള 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും എത്ര വയസ്സ്? 14 വയസ്സ്. ഓർത്ത് വെച്ചോ. ഇതൊക്കെ നമ്മൾ ചോദ്യം ചുമ്മാ കളയരുത്, ചോദ്യം ആണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ ഏതാണ്? അത് ഗാർഡാസിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ ഏതാണ്? അത് ഗാർഡാസിലാണ്. ആ വാക്സിൻ്റെ പേരെന്ത്? ഗാർഡാസിൽ. ഓക്കെ, അടുത്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ എന്താണ്? പ്രചണ്ഡ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പ്രചണ്ഡാണ്. എന്താണ്? പ്രചണ്ഡ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏത്? അത് പ്രചണ്ഡാണ്. ഓക്കെ, പ്രചണ്ഡ്. ഓക്കെ, അടുത്ത്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ അംഗീകൃത സുരക്ഷാ സേന പദവി ലഭിച്ച സേനാ വിഭാഗം അത് നമ്മുടെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നമുക്കറിയാം അവിടെ എന്താണ്? അവരാണ് അവിടെ നിൽക്കുന്നത്. CISF. ഓക്കെ, ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ അംഗീകൃത സുരക്ഷാ സേനാ പദവി ലഭിച്ച സേനാ വിഭാഗം ഏത്? അത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CISF. അടുത്ത ചോദ്യം. തീരപ്രദേശങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന കടലേറ്റത്തിന് കാരണമാകുന്ന കള്ളക്കടൽ പ്രതിഭാസം നമ്മൾ കേട്ടിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഇടയ്ക്ക് നമ്മുടെ ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസ് ഇൻകോയിസ് വികസിപ്പിച്ച സംവിധാനം, അതിൻ്റെ പേരാണ് സിവാസ്. എന്താണ്? സിവാസ്. സ്വെൽ സർജ് ഇനണ്ടേഷൻ വൾണറബിലിറ്റി അഡ്വൈസറി സിസ്റ്റം. ഇതാണ് സിവാസിൻ്റെ പൂർണ്ണരൂപം ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ BSc ആണ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച്
മുന്നറിയിപ്പ് നൽകുന്നതിനായി നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഇൻകോയ്സ് ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസ്, അവർ കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് സീവാസ്. എന്താണ് സീവാസ്? കള്ളക്കടൽ പ്രതിഭാസം നേരത്തെ അറിയിക്കാനുള്ള പദ്ധതി എന്താണ്? അതാണ് സീവാസ് പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരാണ്? SP വെങ്കിടേഷാണ്. ഓക്കെ, 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ആരാണ്? SP വെങ്കിടേഷ്. ആര്? SP വെങ്കിടേഷ്. അപ്പോൾ SP വെങ്കിടേഷ് ആരാണ്? സംഗീത സംവിധായകനാണ്. ഓക്കെ, അടുത്ത് 2026 അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ റോബർട്ട് ഡുവാൽ. അപ്പോൾ റോബർട്ട് ഡുവാൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ ഹോളിവുഡ് നടനാണ്. ഓക്കെ, റോബർട്ട് ഡുവൽ എന്ന് പറയുന്നത് അദ്ദേഹം ആരാണ്? ഹോളിവുഡ് നടനാണ് റോബർട്ട് ഡുവൽ. ഓക്കെ, റോബർട്ട് ഡുവൽ ആരാണ്? ഹോളിവുഡ് നടനാണ്. അപ്പോൾ 1983 മികച്ച നടനുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ചിത്രം. അപ്പോൾ റോബർട്ട് ഡുവലിന് 1983 മികച്ച നടനുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ചിത്രമാണ് ടെൻഡർ മെർസി. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ ഓക്കെ അപ്പോൾ റോബർട്ട് ഡുവൽ എന്ന് പറയുന്ന ഹോളിവുഡ് നടനാണ്. അടുത്ത ചോദ്യം. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സ്വാമി വിവേകാനന്ദൻ്റെ അവസാന നാളുകൾ വിവരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദ മോങ്ക് ആസ് മാൻ എന്ന കൃതിയുടെ രചയിതാവും പ്രമുഖ ബംഗാളി സാഹിത്യകാരനുമായ വ്യക്തി ആരാണ്? മണിശങ്കർ മുഖോപാധ്യായാണ്. ഓക്കെ, 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സ്വാമി വിവേകാനന്ദൻ്റെ അവസാന നാളുകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേരാണെന്ത്? ദ മോങ്ക് ആസ് മാൻ എന്ന കൃതിയുടെ രചയിതാവും പ്രമുഖ ബംഗാളി സാഹിത്യകാരനുമായ വ്യക്തി അത് മണിശങ്കർ മുഖോപാധ്യായാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക നേതാവുമായ വ്യക്തി ആരാണ്? മുകുൾ റോയ് ആണ്. ഓക്കെ, മുകുൾ റോയ്. 2026 അന്തരിച്ച മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക നേതാവുമായ വ്യക്തി ആരാണ്? അത് മുകുൾ റോയ് ആണ്. ആരാണ്? മുകുൾ റോയ് ആണ്. ഓക്കെ, 2026 അന്തരിച്ച മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക നേതാവുമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുകുൾ റോയ് ആണ്. ആരാണ്? മുകുൾ റോയ്. അടുത്ത, രക്താർബുദം, പ്രമേഹ രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് 2026 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏത് പദ്ധതി? അത് ശക്തി പദ്ധതിയാണ്. അപ്പോൾ അർബുദം, പ്രമേഹ രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? അത് ശക്തി പദ്ധതി. പദ്ധതി ഓർത്തു വെച്ചോ, ശക്തി പദ്ധതി. ഓക്കെ, അപ്പോൾ അർബുദം, പ്രമേഹ രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത്? അത് ശക്തി പദ്ധതി. അടുത്ത ചോദ്യം. കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം ഏത്? ഭാരത് വിസ്താൻ എന്ന സംവിധാനമാണ്. അപ്പോൾ കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം ഏതാണ്? ഭാരത് വിസ്താനാണ്. എന്താണ്? ഭാരത് വിസ്താൻ. ഇപ്പോൾ കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഭാരത് വിസ്താൻ. എൻ്റെ പേരെന്താണ്? ഭാരത് വിസ്താൻ. ഓക്കെ ഓക്കെ അപ്പോൾ കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം പേരെന്താണ്? ഭാരത് വിസ്താൻ. അടുത്ത ചോദ്യം. ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന പരിശീലന പദ്ധതി അത് ദിവ്യാംഗ് കൗശൽ യോജന. നമ്മളിനിപ്പോൾ ഭിന്നശേഷിക്കാരെ വിളിക്കുന്ന പേരെന്താണ്? ദിവ്യാംഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന പരിശീലന പദ്ധതി ദിവ്യാംഗ് കൗശൽ യോജന. പിന്നെ കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം ഏത്? ഭാരത് വിസ്താൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ചോദ്യങ്ങളൊന്ന് ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് വരാം. കുറേ നേരം ആയല്ലോ, കുറച്ച് നേരമായി. ഓക്കെ ഓക്കെ അങ്ങനെ നോക്കിയിട്ട് കാര്യമുള്ളൂ, നോക്കാം. അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച ഫ്രഞ്ച് നിർമ്മിത ഏത് ഹെലികോപ്റ്ററാണ് ഇനി മെയ്ഡ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുന്നത്? H125. 2026 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന പുതിയ ഭൂസ്ഥിര വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT 32 അല്ലെങ്കിൽ GSAT N3. ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങളുടെ തുടർച്ചയായ പരാജയത്തെ തുടർന്ന് 2026 ഫെബ്രുവരിയിൽ
ദൗത്യങ്ങളിലെ പരാജയം അന്വേഷിക്കാൻ കേരളത്തിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? നമ്മുടെ അജിത് ഡോവൽ. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേമാതരം ആലപിക്കാൻ സമയദൈർഘ്യം എത്രയാണ്? 3 മിനിറ്റും 10 സെക്കൻഡും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വന്ദേമാതരമായിട്ടൊക്കെ ഇപ്പോൾ ചെറിയ ഇഷ്യൂ ആയിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം നമ്മുടെ വന്ദേമാതരം ആലപിക്കാനുള്ള സമയം എത്രയാണ്? 3 മിനിറ്റും 10 സെക്കൻഡ്. ഓക്കെ, അടുത്ത് ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് എത്ര രൂപയുടെ കളർ കോയിനാണ് പുറത്തിറക്കിയത്? എത്ര രൂപയുടെയാണ് അത്? 100 രൂപയുടെ കളർ കോയിനാണ് എന്ത് ചെയ്തത്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയത്. ഓക്കെ, അടുത്ത് 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാണ്? 7% മുതൽ 7.4% വരെയാണ്. ഓക്കെ, അടുത്ത് 2025 അഴിമതി ധാരണാ സൂചികയിൽ 182 രാജ്യങ്ങളുടെ പ്രദേശങ്ങളുടെയും പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് എത്രയാണ്? 91ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അടുത്ത് സൈബർ സുരക്ഷാ സ്ഥാപകനായ ഡെസ്ക്ലേവിൻ്റെ ത്രെഡ് ലാബ്സ് 2026 AI സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം എന്താണ്? ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 2ാം സ്ഥാനമാണ്. എത്രയാണ്? 2ാം സ്ഥാനം. ഇന്ത്യയുടെ ആധുനിക തലസ്ഥാനമായ ന്യൂഡൽഹി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ എത്രാം വാർഷികം പൂർത്തിയായ ദിവസമാണ് നമ്മുടെ സേവാ തീർത്ത് ഉദ്ഘാടനം ചെയ്തത്? എത്രയാണ്? 95 വർഷം പൂർത്തിയായപ്പോൾ ആര് വന്നു? സേവാ തീർത്ത് വന്നു. പിന്നെ സേവാ തീർത്ത് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചു. PM രഹത്ത്, ലാഖ്പതി ദീദിമാർ, പിന്നെ കാർഷിക അടിസ്ഥാന ശാക്തീകരണ പദ്ധതി, അടിസ്ഥാന സൗകര്യ ഫണ്ട്, പിന്നെന്താണ്? സ്മാർട്ട് ഇന്ത്യ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് PM രാഹത്ത്? PM രാഹത്ത് എന്ന് പറയുമ്പോൾ ജീവൻ രക്ഷാ പദ്ധതിയാണ് നമ്മുടെ PM രാഹത്ത് എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം എന്താണ്ടാ? അപകടത്തിൽപ്പെടുന്നവർക്ക് 1 ലക്ഷം രൂപ വരെ പണം അടയ്ക്കാതെയുള്ള ചികിത്സ എന്ത് ചെയ്യുന്നു? ലഭ്യമാക്കും. അതാണെന്ത്? ലാഖ്പതി ദീദി എന്ന് പറയുന്നത്. പിന്നെ PM രാഹത്ത് എന്ന് പറയുന്നത്. പിന്നെ ലാഖ്പതി ദീദിമാർ എന്താണ്? സ്ത്രീകൾക്കുള്ള ശാക്തീകരണ പദ്ധതിയാണ് നമ്മൾ ലാഖ്പതി ദീദിമാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട്. അതെന്താണ്? നമ്മുടെ കാർഷിക സൗകര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള 1 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2 ലക്ഷം കോടി രൂപയാക്കി ഉയർത്തിയ പദ്ധതിയാണെന്ത്? നമ്മുടെ കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് സ്മാർട്ട് ഇന്ത്യ. എന്താണ് സ്മാർട്ട് ഇന്ത്യ? സ്മാർട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഡീപ് ടെക് മേഖല, പ്രൊപ്പലൻസ് ആശയങ്ങൾ തുടങ്ങിയവയിലെ നവീകരണം മുൻനിർത്തി സ്മാർട്ട് ഇന്ത്യ പദ്ധതിക്ക് 10,000 കോടി രൂപയുടെ മൂലധനം ഏർപ്പെടുത്തി. അതാണെന്ത്? നമ്മുടെ സ്മാർട്ട് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ UAE സൗഹൃദത്തിൻ്റെ ശാശ്വത പ്രതീകമായിട്ട് അബുദാബിയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സാംസ്കാരിക കേന്ദ്രം എന്താണ്? നമുക്കറിയാം, ഹൗസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്ത് ഒമാനിൽ വെച്ച് നടന്ന ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 13ാം പതിപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? ഖജ്ജർ. ഓക്കെ, അടുത്ത് ഇന്ത്യയിലുടനീളം ഉള്ള 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ ഏതാണ്? അത് ഗാർഡാസിലാണ്. നമ്മുടെ വാക്സിൻ്റെ പേരെന്താണ്? ഗാർഡാസിൽ. അടുത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ എന്താണ്? പ്രജന്റ്. ഓക്കെ, എന്താണ്? പ്രജന്റ്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ അംഗീകൃത സുരക്ഷാ സേനാ പദവി ലഭിച്ച സേനാ വിഭാഗം നമ്മളവിടെ ചെല്ലുമ്പോൾ ആരെ കാണും? CISF-നെ കാണും, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. പിന്നെ കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ട് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് ആരംഭിച്ച സംവിധാനം എന്താണ്? സിവാസ്. കള്ളക്കടൽ സിവാസ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കിടേഷാണ് അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ. പിന്നെ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടനാരാണ്? റോബർട്ട് ഡുവൽ.
അടുത്ത 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സ്വാമി വിവേകാനന്ദന്റെ അവസാന നാളുകൾ വിവരിക്കുന്ന ദ മോങ്ക് ആസ് മാൻ എന്ന കൃതിയുടെ രചയിതാവും പ്രമുഖ ബംഗാളി സാഹിത്യകാരനുമായ വ്യക്തി ആരാണ്? അത് മണിശങ്കർ മുഖോപാധ്യായ. ആരാണ്? മണിശങ്കർ മുഖോപാധ്യായ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക നേതാവുമായ വ്യക്തി അത് മുകുൾ റോയ് ആണ്. ആരാണ്? മുകുൾ റോയ്. അർബുദം, പ്രമേഹ രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതായിരുന്നു? അത് ശക്തി പദ്ധതിയാണ്. കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം അതിൻ്റെ പേര് ഭാരത് വിസ്താൻ. ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന പരിശീലന പദ്ധതിയാണ് ദിവ്യാംഗ് കൗശൽ യോജന. പദ്ധതിയുടെ പേര് ദിവ്യാംഗ് കൗശൽ യോജന. കായിക മേഖലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി എന്താണ്? അത് ഖേലോ ഇന്ത്യ മിഷനാണ്. ഖേലോ ഇന്ത്യ മിഷൻ. അടുത്ത് 2026-27 അടുത്ത ചോദ്യങ്ങൾ നോക്കാം. നമ്മൾ ഇത്രയും നോക്കി, അടുത്ത ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ. 2026-27 കേന്ദ്ര ബഡ്ജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായ അപൂർവ ധാതു ഇടനാഴി പദ്ധതിയിൽ കേരളത്തോടൊപ്പം തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏത്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്. ഓക്കെ. അപ്പോൾ 2026-27 കേന്ദ്ര ബഡ്ജറ്റിലെ സുപ്രധാന നയങ്ങളിലൊന്നായ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളിലൊന്നായ എന്താണ്? അപൂർവ ധാതു ഇടനാഴി. അപൂർവ ധാതു ഇടനാഴി. അപ്പോൾ ആ പദ്ധതിയിൽ കേരളത്തോടൊപ്പം തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് നമ്മുടെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്. ഏത് സംസ്ഥാനങ്ങളൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പിന്നെന്താണ്? തമിഴ്നാട്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്. അടുത്ത് ചില്ലറ വ്യാപാര വിപണിയിലെ ഉടമകളാക്കി സ്ത്രീകളെ മാറ്റാനുള്ള പദ്ധതി ഏതാണ്? അത് ഷീ മാർട്ടാണ്. ഏതാണ്? ഷീ മാർട്ട്. ഷീ സെൽഫ് ഹെൽപ്പ് ആൻഡ് ഓൺട്രപ്രണർ. ഓക്കെ, ഓൺട്രപ്രണർ. അപ്പോൾ ചില്ലറ വ്യാപാര വിപണിയിലെ ഉടമകളാക്കി സ്ത്രീകളെ മാറ്റാനുള്ള പദ്ധതി, ആ പദ്ധതിയുടെ പേരെന്താണ്? ഷീ മാർട്ട്. ഷീ മാർട്ട്. ഷീ മാട്ടിയല്ല, ഷീ മാർട്ട്. ഓക്കെ. അടുത്ത് ഭീകരവാദത്തെ നേരിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതി എന്താണ്? പ്രഹാറാണ്. പ്രഹാർ. ഓക്കെ. ഭീകരവാദത്തെ നേരിടുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതി ഏതാണ്? അതിൻ്റെ പേരാണ് പ്രഹാർ. പ്രഹാർ. ഭീകരവാദത്തെ നേരിടുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതിയുടെ പേര് പ്രഹാർ. പദ്ധതിയുടെ പേരെന്താണ്? പ്രഹാർ. അടുത്ത് ദേശീയ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആരംഭിച്ച വാർഷിക ക്യാമ്പയിൻ ഏതാണ്? അത് സാക്ഷം 2026. അപ്പോൾ ദേശീയ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആരംഭിച്ച വാർഷിക ക്യാമ്പയിൻ്റെ പേര് എന്താണ്? സാക്ഷം 2026. ഒന്നുകൂടി പറയുവാണ്, ദേശീയ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആരംഭിച്ച വാർഷിക ക്യാമ്പയിൻ സക്ഷം 2026. ചോദ്യം ഇങ്ങനെ വരാം, സക്ഷം 2026 ക്യാമ്പയിൻ ആരംഭിച്ച മന്ത്രാലയം ഏത്? പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? അത് ഭാരത് ടാക്സിയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? അത് ഭാരത് ടാക്സി. ഏത് ടാക്സി? ഭാരത് ടാക്സി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? അത് ഭാരത് ടാക്സി. ഭാരത് ടാക്സി. അടുത്ത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ടുള്ള ഏത് പെൻഷൻ പദ്ധതിയുടെ കാലാവധിയാണ് 2030-31 സാമ്പത്തിക വർഷം വരെ കേന്ദ്ര മന്ത്രിസഭ നീട്ടിയത്? ഉത്തരം അടൽ പെൻഷൻ യോജനയാണ്. ഓക്കെ. അപ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ടുള്ള ഏത് പെൻഷൻ പദ്ധതിയുടെ കാലാവധിയാണ് 2030-31 സാമ്പത്തിക വർഷം വരെ കേന്ദ്ര മന്ത്രിസഭ നീട്ടിയത്? ഉത്തരം അടൽ പെൻഷൻ യോജന. ഏതാണ്? അടൽ പെൻഷൻ യോജന. പഠിച്ചു വച്ചോ. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ടുള്ള ഏത് പെൻഷൻ പദ്ധതിയുടെ കാലാവധിയാണ് 2030-31 വരെ നീട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ?
അടൽ പെൻഷൻ യോജന. പദ്ധതിയുടെ പേര് അടൽ പെൻഷൻ യോജന. ഓക്കെ, അടുത്ത് ഓപ്പറേഷൻ അടുത്ത് രാജ്യത്തെ നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? നമ്മുടെ രാജ്യത്തെ നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. ഓക്കെ, ഇപ്പോൾ രാജ്യത്തെ നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കായിട്ട് ഡൽഹി പോലീസ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 2.0. ഏതാണ്? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 2.0. ഓക്കെ, സോറി, സൈബർ ഹോക്ക് 3.0. അടുത്ത് ജമ്മു കാശ്മീർ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉൾപ്പെടെ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ കിയാണ്. എന്താണ് ഓപ്പറേഷൻ കിയ? അപ്പോൾ എന്താണ് ഓപ്പറേഷൻ കിയ? ജമ്മു കാശ്മീരിൽ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉൾപ്പെടെ 2 ഭീകരരെ നമ്മുടെ സുരക്ഷാ സേന വധിച്ച സൈനിക നീക്കമാണെന്ത്? ഓപ്പറേഷൻ കിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ കിയ. ഓക്കെ, അടുത്ത് ഹിമാചൽ പ്രദേശിലെ കസൗലിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2026 തദ്ദേശീയമായിട്ട് നിർമ്മിച്ച് പുറത്തിറക്കിയ വാക്സിൻ ഏതൊക്കെ രോഗത്തിനെതിരെയുള്ളതാണ്? ഏതൊക്കെയാണ്? ടെറ്റനസ്, പിന്നെ മുതിർന്നവർക്കെതിരെയുള്ള ഡിഫ്തീരിയ. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിലെ കസൗലിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2026 തദ്ദേശീയമായി നിർമ്മിച്ച് പുറത്തിറക്കിയ വാക്സിൻ ഏതൊക്കെ രോഗത്തിനെതിരെയുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ടെറ്റനസ്, പിന്നെ മുതിർന്നവർക്കെതിരെയുള്ള ഡിഫ്തീരിയ. പിന്നെ അടുത്ത് നീതി ആയോഗിൻ്റെ ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു? അത് നിധി ചിബ്ബറായിരുന്നു. ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു? ഇപ്പോൾ അല്ല, ആരായിരുന്നു? നമ്മുടെ നിധി ചിബ്ബറാണ്. ആരാണ്? നിധി ചിബ്ബറാണ്. ഓക്കെ, അടുത്ത ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും ഗ്രാമ വ്യവസായങ്ങൾക്കും സഹായം നൽകുന്നതിനായിട്ട് 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ഏത് പദ്ധതി? അത് മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സംരംഭം. ഇപ്പോൾ ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും ഗ്രാമ വ്യവസായങ്ങൾക്കും സഹായം നൽകുന്നതിനായിട്ട് 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? അത് മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സ്വരാജ് സംരംഭം. ഓക്കെ, അടുത്ത് പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായിട്ട് പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി. അതിൻ്റെ പേര് ന്യൂ സ്വർണിമ പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? ന്യൂ സ്വർണിമ പദ്ധതി. അപ്പോൾ നമ്മുടെ പിന്നാക്ക വിഭാഗങ്ങളുടെ സ്ത്രീ സംരംഭകർക്കായിട്ട് പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി. ഏത് പദ്ധതി? അതാണ് ന്യൂ സ്വർണിമ പദ്ധതി. പദ്ധതിയുടെ പേര് ന്യൂ സ്വർണിമ പദ്ധതി. ഓക്കെ, അടുത്ത് യുവാക്കൾക്കിടയിലെ ലഹരി